ഹായ് എവരി വൺ. അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു സെക്ഷൻ, ബോണസ് ഇഷ്യൂവിന്റെ സെക്ഷനിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ബോണസ് ഇഷ്യൂ ആൻഡ് വിച്ച് കോണ്ടെക്സ്റ്റ് ദ കമ്പനി ഹാസ് ടു കൺസിഡർ ദ ബോണസ് ഇഷ്യൂ, ഓർ ഈവൻ നമുക്ക് അതിന്റെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വാട്ട് ഈസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് റിക്വയർഡ് ഫോർ ദി ബോണസ് ഇഷ്യൂ. മിനിമം നമുക്കത് അറിയണം. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബോണസ് ഇഷ്യൂവിന്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു മിനിമം അറിവുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ബോണസ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഞാൻ അതിന്റെ മീനിങ് ഒന്ന് ആദ്യം പറഞ്ഞു പോവാണ്. ബോണസ് ഷെയർസ് ആർ ഫുള്ളി പെയ്ഡ് ഷെയർസ് ഇഷ്യൂഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഇൻ ക്യാഷ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ആയിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്, ക്യാഷ് ഒന്നും കളക്ട് ചെയ്യാതെ, വിത്തൗട്ട് കളക്ടിങ് എനി ക്യാഷ്, ബട്ട് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ്. അപ്പൊ ഇത് എപ്പോഴൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്, എന്തൊക്കെ കോണ്ടെക്സ്റ്റിലാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ മേക്കിംഗ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് where value of paid up capital increases and no increase in number of shares. 10 രൂപയുടെ ഷെയറിന് 7.5 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5 രൂപയുടെ മാർജിൻ കൊടുക്കാൻ വേണ്ടി ബോണസ് ഇഷ്യൂ ചെയ്യാം. അപ്പൊ പാർട്ട്ലി പെയ്ഡ് അപ്പിന്. ഫുള്ളി പെയ്ഡ് അപ്പിന് വേണമെങ്കിലും ചെയ്യാം. ബൈ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ബേസ്ഡ് ഓൺ കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, റേഷ്യോ. 4 ഷെയർ ഉള്ളവർക്ക് 2 ഷെയർ, 1 ഷെയർ തരാവുന്നു. 3 ഷെയർ ഉള്ള ആൾക്ക് 2 ഷെയർ തരാവുന്നു. 6 ഷെയർ ഉള്ള ആൾക്ക് 5 ഷെയർ തരാവുന്നു. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും റേഷ്യോ അവിടെ അപ്ലൈ ചെയ്യുന്നു. അത്രേ ഉള്ളൂ കണ്ടീഷൻ. അവിടെ വരുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ദ നമ്പർ ഓഫ് ഷെയർസ്. ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ വാല്യൂയും കൂടും, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർസും കൂടുന്നുണ്ട്. ഇതാണ് നമ്മളൊരു തിയററ്റിക്കൽ പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ലോജിക്കൽ സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബാലൻസ് ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലുള്ള പ്രോഫിറ്റും ഷെയർ ക്യാപിറ്റലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ്. പ്രോഫിറ്റ് കുറഞ്ഞ് ക്യാപിറ്റൽ കൂടുന്നു, പ്രോഫിറ്റ് കുറഞ്ഞു ക്യാപിറ്റൽ കൂടുന്നു. അപ്പൊ ആ പ്രോഫിറ്റ് കുറയാൻ വേണ്ടി പ്രോഫിറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കളയുന്നു, ക്യാപിറ്റൽ കൂടാൻ ക്യാപിറ്റൽ ക്രെഡിറ്റ്. ഇതാണ്. അപ്പൊ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് സിംപ്ലി മീൻസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെ ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് റിസർവ്സ് ഇൻ ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പൊ അതിന്റെ ഇഫക്ട് എന്താണ്? ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ വാല്യൂ ആൻഡ് ഡിക്രീസ് ഇൻ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ബാലൻസ് ഷീറ്റിലെ റിസർവ് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിന്റെ ക്യാപിറ്റൽ വാല്യൂ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ജേണൽ എൻട്രി ആണ് നമ്മൾ നോക്കുന്നത്. ഇത് നമുക്ക് ആസച്ച് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റില്ല കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. നെറ്റ് ഇഫക്ട് ഇതാണ്. റിസർവ് കുറഞ്ഞു, ക്യാപിറ്റൽ കൂടി, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ കുറച്ചിങ്ങനെ എന്താ പറയുന്നത്, ഒരു ശകലം ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് വേണം ആ എൻട്രി ഒന്ന് പോകാനായിട്ട്. നമുക്ക് നോക്കാം. ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ എന്തൊക്കെ പ്രോഫിറ്റ്സ് ആണ് അവൈലബിൾ? ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, വിച്ച് ഈസ് കളക്ടഡ് ഇൻ ക്യാഷ്, ജനറൽ റിസർവ്. ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസിന് മാത്രമേ പറ്റത്തുള്ളൂ. പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ ഈ രണ്ട് പ്രോഫിറ്റുകൾ, റിസർവുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ CRR നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എവിടെയാണ്? റിഡംപ്ഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അപ്പൊ ഇത് കമ്പൈൻ ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ സ്ട്രാറ്റജിക്കലിക്ക് ചോദിക്കാം. അങ്ങനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസിന് ഒരു CRR ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ആ CRR ഉപയോഗിച്ചിട്ട് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ ആ സമയത്ത് കുറച്ചും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. പിന്നെ നമുക്ക് ഓൾ അതർ ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബോണസ് ഷെയർസിന് വേണ്ടി ഉപയോഗിക്കുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ഹെഡിൽ നിന്ന് നമ്മൾ നോക്കിയെടുക്കുന്നത്. നമുക്ക് ഫുള്ളി പെയ്ഡ് അപ്പ് ആണെങ്കിൽ അതിന്റെ ജേണൽ എൻട്രീസ് ഞാൻ പറഞ്ഞു. CRR ഉപയോഗിക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം, ജനറൽ റിസർവ് ഉപയോഗിക്കാം. ഇതിനെല്ലാം കൂടെ നമുക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നുള്ള ഒറ്റ പേര് പറയാം. ജനറൽ റിസർവും ഓൾ അതർ ഫ്രീ റിസർവ് എന്നുള്ളതെല്ലാം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്. സോ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആയിട്ട് ടിക്കറ്റ് ഷെയർ ക്യാപിറ്റൽ. നിങ്ങൾ നോക്കി, ഈ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിനെ ഡെബിറ്റും ക്രെഡിറ്റും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എൻട്രി എന്താണ്? അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ CRR അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ആദ്യം എഴുതിയ ഒരു എൻട്രി ഉണ്ടല്ലോ, ഈ എൻട്രി നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇത് ഫുള്ളി പെയ്ഡ് ബോണസ് ഇഷ്യൂ നടത്തുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന എൻട്രിയാണ്. ഇനി നമുക്ക് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ സാർ പറഞ്ഞു എന്തായിരുന്നു? 10 രൂപയുടെ ഒരു ഷെയറിന് ചിലപ്പോൾ 2 രൂപ അടയ്ക്കാനുണ്ടായിരിക്കും. അപ്പൊ എന്താണ്? കോൾ മണി ഡ്യൂ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമേ കോൾ മണിയുടെ ഡ്യൂ എൻട്രി എഴുതുക. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ.
എന്നിട്ട് നമ്മൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് ബോണസ് ഇഷ്യൂ ചെയ്യുക. ഇവിടെ നോക്കുക, ഞാൻ സെക്യൂരിറ്റീസ് പ്രീമിയവും ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉപയോഗിച്ചിട്ടില്ല. കാര്യം പാർട്ട്ലി പെയ്ഡപ്പിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. എന്നിട്ട് ഈ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഫൈനൽ കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ. വളരെ ഈസിയാണ്. 5 മാർക്ക് നമുക്കൊരു സെക്ഷൻ ബിയിൽ ഒരു ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെയും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ മക്കളെ. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. അതുവരത്തേക്കും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 2 കേസിലെ എൻട്രീസ് ഒന്ന് ഓർത്തുക. ഇവിടെ 3 എൻട്രി, ഇവിടെ 2 എൻട്രി എഴുതാനുണ്ട്. പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൻ്റെ റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും വരുന്നത്. അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്കും, വർക്കിംഗ് നോട്ടും കൂടെ വരുമ്പോഴത്തേക്കും സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ന്യായമായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ പ്രോബ്ലം ആയിട്ട് ഞാൻ വരും. അതും കൂടെ നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഏരിയ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ശരി, ഓക്കെ, ബൈ, താങ്ക് യു.